നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇസ്രയേലും ഒപ്പം കൂട്ടായി അമേരിക്കയും. ഭീകരാക്രമണങ്ങളും അതുപോലെ ഭീകരശക്തികളുടെ നീക്കങ്ങളും മുളയിലേ നുള്ളുന്ന തരത്തിലുള്ള തിരിച്ചടികൾ തന്നെയാണ് അപ്രതീക്ഷിതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സേന സിറിയയിൽ ഒരു ശുദ്ധികലശത്തിനായി ഇറങ്ങുന്നു. ഇസ്രയേൽ തുടങ്ങിവെച്ചത് അവസാനിപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. പുതിയൊരു സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ സ്വതന്ത്രമായി അവർക്ക് പൂർണ്ണ അധികാരവും ഒപ്പം തന്നെ രാജ്യത്തെ പല വിധ്വംസക ശക്തികളെയും ഉന്മൂലനം ചെയ്യുക എന്ന ദൗത്യം കൂടിയാണ് അമേരിക്കയും ഇസ്രയേലും ഒന്നിച്ച് മനസ്സിൽ കരുതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്താകട്ടെ ഹൂതികളുടെ മരണമണി മുഴക്കിക്കൊണ്ട് ഇസ്രയേൽ ശക്തമായി തന്നെ യമനിലേക്ക് കടന്ന് ആക്രമണം നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന ഒരു നീക്കം നടത്തിയതുൾപ്പെടെ തിരിച്ചടിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും IDF തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യം സിറിയയിൽ നിന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നത്. അവിടെ അമേരിക്കൻ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള അബു യൂസഫിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ വിവരം പുറത്തുവിട്ടു. സിറിയയിലെ ദയാർ അൽ സാബർ പ്രവിശ്യയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അബു യൂസഫും മറ്റൊരു IS ഭീകരനും കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വരുന്നത്. സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ പല തവണയായി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഒരു കൊടും ഭീകരനാണ് അബു. ഇയാളെ തിരഞ്ഞു പിടിച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ അമേരിക്കൻ സേന തുടങ്ങിയിരുന്നു. പക്ഷേ ഇയാളെ പിടികൂടുക എന്ന് പറയുന്നത് അസദ് ഭരണകൂടത്തിനിടയിൽ ഒരു ബുദ്ധിമുട്ടേറിയ വസ്തുതയായിരുന്നു. അസ്ഥിരതയെ ബാധിക്കുമെന്നുള്ള ഒരു വിഷയമുള്ളതുകൊണ്ടായിരുന്നു അന്ന് കൈവയ്ക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സിറിയൻ അസദ് ഭരണകൂടത്തിന്റെയും റഷ്യക്കാരുടെയും നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് കടന്നുകയറി ഒരു അന്താരാഷ്ട്ര സംഘർഷം ഉടലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണ്ട എന്ന് അമേരിക്ക കരുതിയിരുന്നു. പക്ഷേ ഇന്ന് എല്ലാത്തിനുമുള്ള ലൈസൻസ് ലഭിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ തന്നെയാണ് കടന്നുകയറി ആക്രമണം നടത്തിയത്. റഷ്യയും അതുപോലെ തന്നെ ഭരണകൂടവും ഇപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ. സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഭീകര സംഘടനകൾ അവിടെ നുഴഞ്ഞു കയറാം, അവർ അവിടെ വലിയൊരു താവളമാക്കി മാറ്റാം, അവർ പുനഃസംഘടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതിനൊരു കാരണവശാലും ISനെയോ മറ്റ് ഭീകര സംഘങ്ങളെയോ അനുവദിക്കില്ല എന്നുള്ള പ്രതിജ്ഞയാണ് അമേരിക്കയും ഇസ്രയേലും കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിറിയയിലെ പല കേന്ദ്രങ്ങളിലായി കഴിയുന്ന 8000-ലധികം IS പ്രവർത്തകരെ തടങ്കലിൽ നിന്നും പുറത്താക്കാനുള്ള ഉദ്ദേശമടക്കം ISനുണ്ട്. വിമോചനമെന്ന പേരിൽ ഭീകരവാദികളെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരെയും പുറത്താക്കി കഴിഞ്ഞാൽ രാജ്യത്ത് പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. രാജ്യത്തിന്റെ നാശം തന്നെ അതിന് കാരണമായി മാറുമെന്നതിൽ സംശയമില്ല. അത് സിറിയയെ മാത്രമല്ല മറ്റു രാജ്യങ്ങളെ കൂടി, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇസ്രയേലിനടക്കം വലിയ തലവേദനയായി മാറും. എല്ലാവരെയും തങ്ങൾ അതുകൊണ്ട് ആക്രമണാത്മകമായി തന്നെ ലക്ഷ്യമിടുന്നുവെന്നാണ് അമേരിക്കൻ സേനയുടെ പ്രസ്താവനയും. ഇനി മറുഭാഗത്ത് നമുക്ക് അറിഞ്ഞ ഒരു വാർത്തയെന്ന് പറയുന്നത് മധ്യ ഇസ്രയേലിലെ പ്രത്യേകിച്ചും ടെൽ അവീവിന് സമീപത്തായി തന്നെ ഇറാൻ പിന്തുണയുള്ള യമൻ ഭീകര സംഘടനയുടെ ആക്രമണം, മിസൈൽ ആക്രമണം, അതിൽ 16 പേർക്ക് നിസ്സാര പരിക്ക് സംഭവിച്ചതായി തന്നെയാണ് IDF ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതുവരെ പലതവണ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സാരമായ കാര്യമായ അപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് ഹൂതി വിമതർ മാറുകയാണെങ്കിൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ദൗത്യത്തിലേക്ക് ഒരുപക്ഷെ IDF കടക്കുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല. ഹൂതി വിമതർ തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്നുള്ള ഏറ്റുപറച്ചിലുമായി അവർ വരുന്നുണ്ട്. പ്രൊജക്ടൈൽ എന്ന പേരിൽ തന്നെയാണ് ഈ ആക്രമണം അവർ നടത്തിയിരിക്കുന്നത്. അതിനെ തടയാനായി സൈന്യത്തിന് തുടക്കത്തിൽ കഴിഞ്ഞില്ല. അയൺ ഡോമിന്റെ കണ്ണുവെട്ടിച്ചായിരുന്നു ഈ ആക്രമണം. ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് IDF സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് അവർ ലക്ഷ്യമാക്കിയതായി ഹൂതി വക്താവ് യഹിയ ഖാസിം സാറെ അവകാശപ്പെടുകയും ചെയ്തു. ഒരു വർഷം മുൻപ് 2023 ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ച അന്നു മുതൽ ഇന്ന് വരെ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ തുരുതുരെ മിസൈൽ ആക്രമണങ്ങളും മറ്റ് ചെങ്കടലിലുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളും തുറമുഖങ്ങളും ഒക്കെ തകർത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യവും മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടെൽ അവീവിന് കിഴക്കുള്ള ബെനെബറാക്കിലാണ് മിസൈൽ വീണതായി ഇസ്രായേൽ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വേണ്ടപ്പെട്ടവർക്കുള്ള ആവശ്യമായ സഹായങ്ങൾ നൽകി കഴിഞ്ഞു. പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം എന്ന പേരിൽ ഭീകര പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാനും ഉപരോധം പിൻവലിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ആക്രമണങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് കഴിഞ്ഞ ആഴ്ച ഹൂതി വിമതർ തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞതും. അവർക്ക് അതിനുള്ള തിരിച്ചടി കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം 9 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.
തലസ്ഥാന നഗരമായിട്ടുള്ള സനയിലെ 2ഓളം പവർ സ്റ്റേഷനുകളിലും ഹുദൈദയിലെ എണ്ണ കേന്ദ്രത്തിലും അസാലിഫിലെയും റാസിസ തുറമുഖങ്ങളിലും ഒക്കെ തന്നെ പുലർച്ചെ ഇസ്രയേലി പോർമുനകൾ ബോംബ് വർഷിച്ചത് ഏവരും നടുക്കത്തോടെ കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. യമനിൽ നിന്നും രാജ്യത്തെ ലക്ഷ്യമാക്കിയെത്തിയ ഈ മിസൈലിനെ വെടിവെച്ചിട്ടു എന്ന് സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു മുൻപ് നടന്ന ആക്രമണത്തിൽ. അതിന് പിന്നാലെയാണ് തിരിച്ചടി നൽകിയത്. ഡിസംബർ 9 മധ്യ ഇസ്രയേലിലെ ജനവാസ മേഖലയായിട്ടുള്ള യാമനിലായിരുന്നു ഹൂതികളുടെ ഈ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം നടത്തിയത്. അതിൽ ആർക്കും തന്നെ പരിക്കില്ലായിരുന്നു. ടെല്ലവീവിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിലും ഹൂതികൾ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അതിൽ ഒരു ഇസ്രയേൽ പൗരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതോടെ ഇസ്രയേൽ സൈന്യം യമൻ തുറമുഖമായിട്ടുള്ള ഹുദൈദ തകർക്കാനുള്ള എല്ലാത്തരം തീരുമാനങ്ങളിലേക്കും കടന്നിരിക്കുന്നു. അവിടുത്തെ പവർ സ്റ്റേഷനായിട്ടുള്ള സനയെയും കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.